എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഫെലി ആ വീട്ടിലാണുള്ളത്. ഒറ്റയ്ക്കിരുന്ന് അവൾക്ക് ഒരുപാട് ബോറടിക്കുന്നുണ്ട്. ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ പോയ ഫാദറും ഇതുവരെ വന്നിട്ടില്ല. ഒരു വോക്കിന് പോകാനായി ഫെലി വെളിയിലേക്ക് വരുന്നുണ്ട്. ഗുണ്ടയെ പോലുള്ള ആ 2 പേര് അവളെ ഫോളോ ചെയ്യുന്നു. ഞാൻ ഒരു വോക്കിന് പോകാണ്, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് ഫെലി പറയുമ്പോൾ ഈ പ്ലേസ് ഒട്ടും സേഫ് അല്ല, അതുകൊണ്ട് നിന്നെ ഒറ്റയ്ക്ക് എവിടെയും വിടരുതെന്നാണ് നിന്റെ ഫാദർ ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് ആ ഗുണ്ടകൾ പറയുന്നു. ഇവരോട് ആർഗ്യൂ ചെയ്യാൻ ഫെലിക്ക് താല്പര്യമില്ലായിരുന്നു. സോ ഒന്നും മിണ്ടാതെ അവൾ പോകുന്നുണ്ട്. ഇവർ അവളുടെ പിറകെയും. ലാസ്റ്റ് അവരെല്ലാവരും ഒരു ശാന്തമായ പ്ലേസിലേക്ക് വരുന്നു. ഫെലി ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ട് ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവളൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് രാഗയെ വീഡിയോ കോൾ ചെയ്യുന്നു. ഫെലിയുടെ കോള് വരുന്ന കാണുമ്പോൾ രാഗ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവൻ കോൾ ആൻസർ ചെയ്യുമ്പോൾ നീ എന്താ കോൾ എടുക്കാൻ ഇത്രയും ലേറ്റ് ആയെന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. ഞാൻ മോളിലേക്ക് പോകാനായി ഡ്രൈവ് ചെയ്യായിരുന്നു എന്ന് രാഗ കള്ളം പറയുന്നു. ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല. നീ ഒരിക്കലും മോളിലേക്ക് പോകില്ല, കാരണം നിനക്ക് ഷോപ്പിംഗ് ഒട്ടും ഇഷ്ടമല്ല എന്ന് ഫെലി പറയുന്നു. നീ ഒരു കാര്യം ചെയ്യാത്ത എന്താ? മോളിൽ പോകുന്നതിന് പകരം നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് വാ, നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാമെന്ന് ഫെലി പറയുന്നു. രാഗ അപ്പോഴും ഫെലിയെ കാണാനായി താൻ അവിടേക്ക് വരികയാണെന്ന സത്യം അവളോട് പറയുന്നില്ല. ശരി, നിന്റെ അഡ്രസ്സ് നീ എനിക്ക് അയച്ച, ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ വരാമെന്നവൻ പറയുന്നു. നീ ഒറ്റയ്ക്ക് വരരുത്, എല്ലാവരും കൂട്ടിക്കൊണ്ട് വരണം, നമുക്ക് എല്ലാവർക്കും ഇവിടെ എൻജോയ് ചെയ്യാമെന്ന് ഫെലി പറയുന്നു. ഇത് കേട്ട് രാഗ സ്മൈൽ ചെയ്യുന്നു. ഫെലി അവളുടെ ലൈവ് ലൊക്കേഷൻ രാഗയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. രാഗ പ്ലേസിലേക്ക് ഡ്രൈവ് ചെയ്യുന്നു. അതേസമയം മിസ്റ്റർ ജോഹാനാണ് കാണിക്കുന്നത്. ഫെലിയെ അദ്ദേഹം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. തൻ്റെ ഫാമിലിയുടെയും ഫെലിയുടെയും കൂടെയുള്ള ഫോട്ടോസ് എല്ലാം അദ്ദേഹം നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫിനെയും ഒരുപാട് മിസ് ചെയ്യുന്നു. അതുകൊണ്ട് മിസ്സസ് ജോഹാനെ കാണാനായി അദ്ദേഹം ഗ്രേവ്യാർഡിലേക്ക് വരുന്നു. അവിടെ ഫ്ലവേഴ്സ് വെച്ച ശേഷം തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മിസ്സസ് ജോഹാനുമായി ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഞാൻ ഫെലിയെ ഒരുപാട് മിസ് ചെയ്യുന്നു. അവളുള്ളപ്പോൾ എനിക്ക് നിന്റെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫെലി അവിടുന്ന് പോയപ്പോൾ ആ വീട് വീണ്ടും ലോൺലി ആയപ്പോൾ തോന്നുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഫെലിക്ക് വേണ്ടി ഒരുപാട് ഹാപ്പിയാണ്. അവളുടെ വലിയ സ്വപ്നമായിരുന്നു അവളുടെ പേരൻസിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളത്. അത് ഫുൾഫിൽ ആയതിൽ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞ ശേഷം മിസ്റ്റർ ജോഹാൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ മിസ്റ്റർ ജോഹാൻ ഒരു പേഴ്സൻ്റെ ഗ്രേവ്യാർഡ് കാണുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫെലിയുടെ ഫാദറിൻ്റെ സെയിം പേര് തന്നെയാണ്. 2010 അദ്ദേഹം മരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ മിസ്റ്റർ ജോഹാന് എന്തോ സംശയം തോന്നുന്നു. രാമെ കോൾ ചെയ്ത് ഇതിനെക്കുറിച്ച് നന്നായി അന്വേഷിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ രാഗ ഫെലി അയച്ച ആ അഡ്രസ്സിലേക്ക് വരുന്നു. പക്ഷെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഗുണ്ടകൾ നിൽക്കുന്ന എല്ലാം രാഗ കാണുന്നുണ്ട്. അവന് എന്തോ സംശയം തോന്നുന്നു. അഡ്രസ്സ് കറക്റ്റാണോ എന്ന് അവൻ ഫോണിൽ ചെക്ക് ചെയ്യുന്നു. കറക്റ്റാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. ഇതുപോലുള്ള പ്ലേസിൽ ഫെലി എങ്ങനെ താമസിക്കുകയാണെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. എന്തായാലും ഫെലി വീടിനകത്തില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവൾ വോക്കിന് പോയിരിക്കുകയാണെന്ന്. സോ ഫെലി അന്വേഷിച്ച് അവൻ ഡ്രൈവ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഫെലി അയച്ച് ലൈവ് ലൊക്കേഷനിലേക്ക് രാഗ വരുന്നു. അവിടെ ഫെലിയെ അവൻ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ കൂടെ 2 ഗുണ്ടകൾ നിൽക്കുന്ന കണ്ട് രാഗ ഷോക്കാകുന്നു. അവന് ഫെലിയെ കോൾ ചെയ്യുന്നു. പക്ഷേ ഈ ഗുണ്ടകൾ തന്നെ ശ്രദ്ധിക്കുകയാണെന്ന് ഫെലിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ കോൾ ആൻസർ ചെയ്യുന്നില്ല. പകരം രാഗയ്ക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. നീ എന്താ ഇവിടേക്ക് വരുന്നുണ്ടോ? വരികയാണെങ്കിൽ എപ്പോൾ എത്തും എന്നെല്ലാമാണ് അവൾ മെസ്സേജ് ചെയ്യുന്നത്. രാഗ ഈ മെസ്സേജ് വായിക്കുന്നു. ഈ ഗുണ്ടകൾ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കാരണം ഫെലി ഒരുപാട് ഫ്രസ്ട്രേറ്റ് ആകുന്നുണ്ട്. എനിക്കെൻ്റെ ഡാഡിനോട് സംസാരിക്കണം. നിങ്ങൾ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ലെന്ന് അവൾ പറയുന്നുണ്ട്. ബോസ് ഇപ്പോൾ മീറ്റിങ്ങിലാണെന്നും ഇത് നിന്റെ ഡാഡിൻ്റെ ഓർഡർ ആണെന്നും അവർ പറയുന്നു. ഫെലി ഇവർ കാരണം ഒരുപാട് ഫെഡപ്പ് ആകുന്നുണ്ട്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെന്ന് അവൾ പറയുന്നു. അവൾ നടക്കുമ്പോൾ അവരും അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. രാഗയും ഇവരെ ഫോളോ ചെയ്യുന്നു. ലാസ്റ്റ് ഫെലി അവളുടെ വീട്ടിലെത്തുന്നു. ഇവരെല്ലാവരും വീട്ടിലേക്ക് കയറുന്നത് രാഗ കാണുകയും ചെയ്യുന്നുണ്ട്. അവൻ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് ആ വീടിനകത്ത് കടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുന്നു. അതേസമയം ഫെലി ഇവിടെ വീടിനുള്ളിൽ ഒരുപാട് ഫ്രസ്ട്രേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും വെളിയിൽ പോകണമെന്ന് അവൾ തീരുമാനിക്കുന്നു. ജനലിൻ്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. ഏതെങ്കിലും ഗുണ്ടകൾ അവിടെ കാവൽ നിൽപ്പുണ്ടോയെന്ന്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൾ ഡോറിൻ്റെ അടുത്ത് പോയി നോക്കുന്നു.
ഡോറിന് വെളിയിൽ ആരെങ്കിലും ഉണ്ടോയെന്നറിയാനായി. അവിടെയും ആരുമില്ലെന്ന് മനസ്സിലാകുമ്പോൾ ഫെലി ആ ജനൽ വഴി അവിടുന്ന് രക്ഷപ്പെടുന്നു. രാഗി അപ്പോഴും വെളിയിൽ അകത്ത് കടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുകയാണ്. അപ്പോൾ പുറകിന്ന് എന്തോ സൗണ്ടും കേൾക്കുന്നു. അവൻ നോക്കുമ്പോൾ മതിൽ ചാടി ഫെലി വെളിയിലേക്ക് വരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനെ കണ്ട് അവൾ ഒരുപാട് ഷോക്കാകുന്നു. നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് അവൾ ചോദിക്കുന്നു. എന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരെയും ഫെലി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. താൻ രാഗിയെ ഹഗ് ചെയ്യുന്ന കാര്യം റിയലൈസ് ചെയ്യുമ്പോൾ ഫെലി ഓക്വേർഡാകുന്നു. അവൾ മാറുന്നുണ്ട്. രണ്ടുപേരും ഒരുപാട് ഓക്വേർഡാകുന്നു. സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാനെ രാഗ അവളോട് നീ എന്തിനാ ഈ മതിൽ ചാടി വെളിയിലേക്ക് വരുന്നതെന്ന് ചോദിക്കുന്നു. നീ വന്നത് നിന്റെ കാറിലല്ലേ എന്ന് ഫെലി ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയുന്നു. നമുക്ക് ആദ്യം കാറിൽ പോയിരിക്കാം, അതിനുശേഷം എല്ലാ കാര്യങ്ങളും സംസാരിക്കാമെന്ന് ഫെലി പറയുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കാറിലേക്ക് പോകുന്നുണ്ട്. കാറിൽ കയറിയ ശേഷം ആ ഗുണ്ടകൾ തന്നെ കാണാതിരിക്കാനായി ഫെലി കുനിഞ്ഞിരിക്കുന്നു. പക്ഷേ രാഘ അവളെ ടീസ് ചെയ്യുന്നുണ്ട്. നീ ഇത്രയും ചെറുതായിട്ട് കുനിയാണെങ്കിൽ ആ ഗുണ്ടകൾ എന്തായാലും നിന്നെ കാണുമെന്ന് പറയുന്നു. സോ അവൾ വീണ്ടും കുനിയുന്നുണ്ട്. ഇത് പോരാ, നിന്നെ കാണാൻ പറ്റുമെന്ന് അവൻ വീണ്ടും പറയുമ്പോൾ അവൾ വീണ്ടും കുനിയുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും രാഘ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അവൾ അതനുസരിച്ച് കുനിയുന്നുണ്ട്. ലാസ്റ്റ് അവൾക്ക് മനസ്സിലാകുന്നു, നീ എന്നെ ടീസ് ചെയ്യണല്ലേ, നിനക്കറിയില്ല ഞാൻ ഇപ്പോൾ എന്തുമാത്രം പേടിച്ചിരിക്കുന്നതെന്ന്. നീ പേടിച്ചിരിക്കുമ്പോൾ നിന്നെ കാണാൻ ഒരുപാട് ക്യൂട്ടാണെന്ന് പറഞ്ഞ് രാഘ സ്മൈൽ ചെയ്യുന്നു. എന്നിട്ട് ഫെലിയും കൂട്ടി ഒരു പ്ലേസിലേക്ക് വരുന്നു. അവളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു ആ പ്ലേസ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഫെലി ഒരുപാട് റിലാക്സ് ആകുന്നുണ്ട്. രാഘ അവളോട് നീ എന്നോട് പറഞ്ഞത് നിന്റെ ഫാദറിൻ്റെ കൂടെ നീ മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നല്ലേ, പിന്നെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമല്ലേ ഡാഡ് എന്നെ കണ്ടത്, അതുകൊണ്ട് എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ വെക്കേഷൻ വന്നതാണ് ഇവിടെ. പക്ഷേ ഡാഡ് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്, ഇതുവരെ വന്നിട്ടില്ല എന്ന് ഫെലി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ മതിൽ ചാടി വെളിയിലേക്ക് വന്നത്? മാത്രവുമല്ല ആ വീട് ഫുൾ ഗുണ്ടകളെ പോലുള്ള ഒരുപാട് ആളുകളുള്ള എന്തുകൊണ്ടാണെന്ന് രാഘ ചോദിക്കുന്നു. ആ ഗുണ്ടകളെ പോലുള്ള ആളുകൾ എൻ്റെ ഡാഡിന് വേണ്ടി വർക്ക് ചെയ്യാണ്. പക്ഷേ എൻ്റെ ഡാഡ് എന്തിനാ ഇവരെ പോലുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എൻ്റെ ഡാഡിൻ്റെ ജോബ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ആ വീട്ടിൽ ഒരുപാട് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തു. അവരെന്നെ ബന്ദിയാക്കിയ പോലെ എനിക്ക് തോന്നിയെന്ന് അവൾ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഫെലിയെ സമാധാനിപ്പിക്കാനായി രാഗ അവളോട് നീ പോസിറ്റീവായി ചിന്തിക്കൂ, നീ വീണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരിക്കും നിന്റെ ഡാഡ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയെന്ന് അവൻ പറയുന്നു. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എപ്പോഴും ഫ്രീ ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഫെലി പറയുന്നു. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഡാഡ് ഇപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ നിന്റെ കൂടെ ഞാൻ വെളിയിലേക്ക് വരികയാണെന്ന് ഡാഡ് അറിഞ്ഞാൽ ഒരിക്കലും ഡാഡ് അതിനെ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാമെന്ന് ഫെലി പറയുന്നു. നീ അതൊക്കെ വിടൂ, എന്തായാലും നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് നീ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് രാഘ അവളോട് ചോദിക്കുന്നു. ഇവിടെ അടുത്ത് ഒരു ലേക്ക് ഉണ്ടെന്ന് ഞാൻ കേട്ടു, നമുക്ക് അവിടെ പോകാമെന്ന് ഫെലി പറയുന്നുണ്ട്. ശരി, നമുക്ക് ലേക്കിലേക്ക് പോകാം, പക്ഷെ നമുക്കൊരു കോമ്പറ്റീഷൻ വെക്കാം. ആരാണ് ലേക്കിനടുത്ത് ഫസ്റ്റ് എത്തുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഐസ്ക്രീം കിട്ടുമെന്ന് രാഘ പറയുന്നു. എന്നിട്ട് ഓടുന്നുണ്ട് അവൾ അവൻ്റെ പിറകെയും. നെക്സ്റ്റ് സീനിൽ രാഘയും ഫെലിയും ഐസ്ക്രീം വാങ്ങുന്നു. എന്നിട്ട് രണ്ടുപേരും അത് കഴിച്ചുകൊണ്ട് ലേക്കിനടുത്തേക്ക് വരുന്നുണ്ട്. നിന്റെ മദറിന് ബട്ടർഫ്ലൈസ് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് നിന്റെ ഡാഡ് നിന്നോട് പറഞ്ഞു എന്ന് രാഘ ചോദിക്കുമ്പോൾ അതേ പറഞ്ഞു. ഇൻഫാക്റ്റ് എനിക്കും ബട്ടർഫ്ലൈസിനെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ഇഷ്ടം എനിക്ക് എവിടുന്നാണ് കിട്ടിയിരിക്കുന്നതെന്ന്. ഞാനും എൻ്റെ മദറിനെ പോലെയാണെന്ന് ഫെലി പറയുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ബട്ടർഫ്ലൈസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എൻ്റെ ലൈഫ് ബട്ടർഫ്ലൈസിൻ്റെ ലൈഫ് പോലെ ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ബ്യൂട്ടിഫുള്ളും ഫ്രീയും എന്ന് അവൾ പറയുന്നു. ഫെലി പറയുന്നെല്ലാം കേട്ട് രാഘ സ്മൈൽ ചെയ്യുന്നുണ്ട്. നീ എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ വരുമ്പോൾ എല്ലാവരെയും കൂട്ടി വരണം എന്ന് ഫെലി ചോദിക്കുന്നു. കാരണം ഞാൻ മാത്രമേ ആ വീട്ടിൽ നിന്നെ മിസ് ചെയ്തുള്ളൂ എന്ന് രാഘ പറയുന്നുണ്ട്. രാഘയുടെ ഈ ചീസി ഡയലോഗ് കേട്ട് ഫെലി സ്മൈൽ ചെയ്ത് ഡിസ്കസ്റ്റിംഗ് എന്ന് പറയുന്നു. എന്നിട്ട് അവിടെയുള്ള സീറ്റിൽ പോയിരിക്കുന്നുണ്ട്. രാഘയും അവളുടെ അടുത്തു നിന്നിരിക്കുന്നുണ്ട്. ഫെലി ലേക്കിനെ നോക്കിയിരിക്കുന്നു. ഈ സീനറി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് ഫെലി പറയുന്നുണ്ട്. രാഘ ഫെലിയെ നോക്കിയിരിക്കുകയായിരുന്നു.
ശരിയാണ്, ഒരുപാട് ബ്യൂട്ടിഫുൾ ആണെന്ന് അവൻ അവളെ നോക്കി പറയുന്നു. നീ എൻ്റെ ഈ പറയുന്നെന്ന് ഫിലി ചോദിക്കുമ്പോൾ അത് റിയലൈസ് ചെയ്യുന്നു താൻ എന്താ പറഞ്ഞതെന്ന്. അവൻ ഒരുപാട് നെർവസ് ആകുന്നുണ്ട്. പക്ഷേ ഫിലി രാഗെ ശ്രദ്ധിക്കുന്നില്ല. അവൾ പോക്കറ്റിൽ നിന്ന് ഒരു ബാഗ് എടുത്ത ശേഷം ഹെയർ ടൈ ചെയ്യാൻ തുടങ്ങുന്നു. നിന്റെ മുടി ഇന്ന് ഞാൻ ടൈ തരാമെന്ന് രാഘ പറയുമ്പോൾ നിനക്ക് മുടി ടൈ ചെയ്യാൻ അറിയാമോ എന്ന് ഫിലി ചോദിക്കുന്നുണ്ട്. അറിയാം, നീ നോക്കാൻ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ ബാൻഡ് വാങ്ങി അവളുടെ മുടി അവൻ ടൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെക്ക് ചെയ്യാൻ ഫെലിയോട് പറയുന്നു. ഫെലി മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്യുന്നു. കൊള്ളാലോ, നിനക്ക് നന്നായിട്ട് ഹെയർ ടൈ ചെയ്യാൻ അറിയാമല്ലോ എന്ന് ഫെലി പറയുന്നു. ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിക്കണമായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ഫെലി സ്മൈൽ ചെയ്യുന്നു. രാഘ ഫെലിയെ നോക്കി ചെറിയ സൗണ്ടിൽ ഞാൻ നിന്നെ പ്രണയിക്കുന്ന നിന്നോട് പറയുകയാണെങ്കിൽ നീ എന്താ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഫെലി ഇതൊന്നും കേൾക്കുന്നില്ല. എന്താ നീ എന്തെങ്കിലും പറഞ്ഞെന്ന് ഫെലി ചോദിക്കുമ്പോൾ രാഘ അവളുടെ മുന്നിൽ വന്ന് അവൻ്റെ ഫീലിങ്സ് അവളോട് കൺഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ ലൈക്ക് ചെയ്യുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എപ്പോൾ മുതലാണ്, എന്തുകൊണ്ടാണെന്നൊക്കെ നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഒരു കാര്യം മാത്രം അറിയാം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നെ വിട്ട് നീ പോയപ്പോൾ എന്നെ തന്നെ എനിക്കെവിടെ മിസ്സായ പോലെ തോന്നിയെന്ന് രാഘ പറയുന്നു. രാഘയുടെ ഈ കൺഫെഷൻ കേട്ട് ഫെലിക്ക് എന്തു പറയണം എന്നറിയില്ല. അവളോടൊന്ന് പോകാൻ തുടങ്ങുന്നു. അവളുടെ പിറകെ വന്ന് രാഘ അവളെ തടയുന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് നിന്നോടുള്ള എൻ്റെ ഇഷ്ടം ഒരു ബ്രദർ സിസ്റ്റർ ലവ് അല്ല, ഫ്രണ്ട്ഷിപ്പ് ലവ് അല്ല, പകരം എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് ഒരുപാട് മെച്യൂറാണെന്ന് അവൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ പോവുകയാണെന്ന് നിനക്കറിയാവുന്നതല്ലേ, എന്നിട്ടും നീ എന്നോട് ഇതൊക്കെ പറയുകയാണോ എന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. നീ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ എന്താണ്? നീ എബ്രോഡിൽ പോകുകയാണെങ്കിൽ പോലും നിന്റെ പിറകെ ഞാനും വരുമായിരുന്നു. നീ എനിക്കൊരു ചാൻസ് തരികയാണെങ്കിൽ നിന്റെ ലൈഫ് ബട്ടർഫ്ലൈസിനെ പോലെ ഞാൻ ബ്യൂട്ടിഫുൾ ആക്കും. ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യാണ്, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല, എന്നും നിന്നെ ഇതുപോലെ സ്നേഹിക്കും. ഞാൻ നിന്നെ ഇവിടെ ഫോഴ്സ് ചെയ്യല്ല. നിന്റെ ആൻസർ എന്തായാലും നീ ആലോചിച്ച് പിന്നീട് പറഞ്ഞാൽ മതിയെന്ന് ഫെലിയോട് രാഘ പറയുന്നു. ഇത് കേട്ട് ഫെലി സ്മൈൽ ചെയ്യുന്നുണ്ട്. രാഘയെ സ്മൈൽ ചെയ്യുന്നു. രാഘയ്ക്ക് തന്നുള്ള ഫീലിങ്സ് സിൻസിയർ ആണെന്ന് ഫെലിക്ക് മനസ്സിലാകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ രാഘ ഫെലിയും കൂട്ടി അവളുടെ വീടിനടുത്തേക്ക് വരുന്നു. അന്ന് ഫുൾ ഡേ തൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് രാഘയോട് ഫെലി താങ്ക്സ് പറയുന്നു. നീ എന്താ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുക ഉറപ്പാണോ? നിനക്ക് പേടിയില്ലേ നിന്റെ ഡാഡി കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് രാഘ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ എൻ്റെ ഡാഡിനെ പേടിക്കുന്നത്? അതെൻ്റെ റിയൽ ഡാഡാണ്. എനിക്കറിയാം ഡാഡ് എൻ്റെ കാര്യത്തിൽ കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവ് ആണെന്ന് അവൾ പറയുന്നു. നിനക്ക് വേണമെങ്കിൽ നിന്റെ കൂടെ ഞാനും വരാമെന്ന് രാഘ പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഡാഡ് അറിയുകയാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുമെന്ന് ഫെലി പറയുന്നു. നാളെ എന്താ പ്ലാൻ എന്ന് രാഘ ചോദിക്കുമ്പോൾ നമുക്ക് നാളെ ഒരുമിച്ച് ലഞ്ച് ചെയ്യാം. ഞാൻ നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയിട്ട് പ്ലേസും ടൈമും നിന്നോട് പറയാമെന്ന് ഫെലി പറയുന്നുണ്ട്. ഞാൻ ഇവിടെ 3 ദിവസത്തേക്കേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ ഡാഡുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഡാഡിനെ ദേഷ്യപ്പെടുത്താനോ ഡാഡിനെ ഡിസപ്പോയിൻ്റ് ചെയ്യാനോ ആഗ്രഹമില്ല. അതുകൊണ്ട് നീ ഇവിടെയുള്ള കാര്യം ഡാഡ് അറിയാൻ പാടില്ല എന്ന് ഫെലി പറയുന്നു. അതിനുശേഷം ഫെലി കാറിൽ നിന്നിറങ്ങി മതിലിൻ്റെ അടുത്തേക്ക് വരുന്നു. രാഘ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ എന്ത് ചെയ്യാണെന്ന് ഫെലി ചോദിക്കുമ്പോൾ ഈ മതിൽ ചാടാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഹെൽപ്പോടെ ഫെലി ആ മതിൽ ചാടുന്നു. നീ റൂമിലെത്തിയ ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യണമെന്ന് രാഘ പറയുന്നുണ്ട്. ഫെലി സമ്മതിക്കുന്നു. ഫെലി ആരും കാണാതെ അവളുടെ റൂമിലെത്തുന്നു. എന്നിട്ട് രാഘയ്ക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് താൻ സേഫായിട്ട് എത്തിയെന്ന്. നാളത്തെ കാര്യങ്ങൾ അവൾ പ്ലാനിങ് ചെയ്യുന്നു. അതിനുശേഷം ഫെലിക്ക് ദാഹിക്കുന്നുണ്ട്. സോ വെള്ളം എടുക്കാനായി ഗ്ലാസ് എടുത്ത് അവൾ വെളിയിലേക്ക് വരുന്നു. അപ്പോൾ അവളുടെ ഡാഡ് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ഫെലി കേൾക്കുന്നുണ്ട്. അവളുടെ ഡാഡ് ആരോടോ ഫോണിൽ ഈ തണുത്ത സാധനം നല്ല സൂപ്പറാണ്, അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഈ ഗേള് നല്ല യങ് ആയതുകൊണ്ട് ഇവളുടെ ഓർഗൻസ് എല്ലാം ഹെൽത്തി ആണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഫെലി ഒരുപാട് ഷോക്കാകുന്നു. ഇത് തൻ്റെ റിയൽ ഡാഡ് അല്ലെന്ന് ഫെലിക്ക് മനസ്സിലാകുന്നുണ്ട്. നാളെ തന്നെ എവിടെയോ വിൽക്കാൻ വേണ്ടിയാണ് ഇയാൾ പ്ലാൻ ചെയ്യുന്നതെന്നും അവൾക്ക് മനസ്സിലാകുന്നു. അയാൾ ഫോണിൽ ഞാൻ അവളോട് അവളുടെ ഡാഡാണെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കുന്നത്, പക്ഷെ ഞാൻ അവളുടെ റിയൽ ഡാഡല്ല, പകരം അവൾ എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് മാത്രമാണ്.
നാളെ ഇവളുടെ ഓർഗൻസ് എല്ലാം നമുക്ക് വിൽക്കണമെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഷോക്കാകുന്ന ഫെലിയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് താഴെ വീഴുന്നു. ഈ സൗണ്ട് കേൾക്കുമ്പോൾ അവളുടെ ഡാഡാണെന്ന് ക്ലെയിം ചെയ്ത് അയാളും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഫെലിയെ കാണുകയും ചെയ്യുന്നു. തന്നെ കണ്ടു എന്ന് മനസ്സിലാകുമ്പോൾ ഫെലി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ അവളുടെ പിറകെയും. തൻ്റെ ബോഡി ഗാർഡ്സിനെ അയാൾ കോൾ ചെയ്യുന്നു. എന്നിട്ട് ഫെലി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന കാര്യം അവരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഫെലി ഓടി ആ വീടിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ ഗുണ്ടകളെല്ലാം അവളെ വളയുന്നുണ്ട്. അവൾ അവിടെ കിടക്കുന്ന ആ കാറിൽ കയറിയിരിക്കുന്നു. ലക്കിലി എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് രാഘവ് അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാഘവ് പറഞ്ഞു കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ഓർത്ത് ഫെലി ഡ്രൈവ് ചെയ്യുന്നു. ആ ആളുകൾ ബൈക്കിൽ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ രാഘവ് കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ആ ഗുണ്ടകൾ അവളെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഫെലി പേടിക്കുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുന്നുണ്ട്. ഫോൺ എടുക്കാൻ അവളെ കൊണ്ട് പറ്റുന്നുമില്ല. കാറ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതും പറ്റുന്നില്ല. അപ്പോഴേക്കും അവളുടെ ഡാഡാണെന്ന് ക്ലെയിം ചെയ്തു വന്നിരുന്ന ആ ഫേക്ക് പേഴ്സൺ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കാറിൻ്റെ ഡോർ തുറക്കുന്നു. തന്നെ ഹർട്ട് ചെയ്യരുതെന്നും വെറുതെ വിടണമെന്നും പറഞ്ഞ് ഫെലി അയാളോട് ഒരുപാട് ബെഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ ഇതൊന്നും കേൾക്കുന്നില്ല. ആ ഗുണ്ടകൾ ഫെലിയെ പിടിച്ച് വണ്ടി നടക്കുന്നു.